അഭിനയത്തിൽ നിന്നും തിരക്കഥാ രചനയിലേക്ക് കൂടി കടന്നു വന്നിരിക്കുകയാണ് നൂറിൻ ഷെരീഫ്. നൂറിനും ഭർത്താവ് ഫാഹിം സഫറുമാണ് ദിലീപ് നായകനായി എത്തുന്ന ബബ്ബബ്ബ എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. 2019 ഒരു അഡാറ് ലവ് എന്ന സിനിമയിലൂടെയാണ് നൂറിൻ മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത് തന്നെ. നടി പ്രിയ വാര്യരുടെയും ആദ്യ സിനിമ തന്നെയായിരുന്നു ഇത്. അന്ന് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അഡാർ ലവിൽ ആദ്യം നായികയെ തീരുമാനിച്ചത് നൂറിനെയായിരുന്നു. എന്നാൽ റിലീസിന് മുമ്പ് ഒരു ഗാനരംഗത്തിലൂടെ പ്രിയ വൈറലായതോടെ സിനിമയുടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. പ്രിയയുടെ കഥാപാത്രത്തിന് നൂറിൻ്റെ കഥാപാത്രത്തേക്കാൾ പ്രാധാന്യം കൂടി. നൂറിനെ ഇത് ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കിടയിലെ അകൽച്ചയ്ക്ക് കാരണമാവുകയായിരുന്നു. പ്രിയയുമായുള്ള അകൽച്ച അക്കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ നൂറിൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ അകൽച്ചയില്ല. ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നൂറിൻ ഷെരീഫ് ഇപ്പോൾ. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പ്രതികരണം. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ് പ്രിയ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. 18-19 വയസ്സുള്ള കുട്ടിയാണ് ഞാനും പ്രിയയും. അന്ന് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ പെട്ടെന്ന് പുറത്തേക്ക് വരും. അന്നത്തെ സംഭവങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുവെന്ന് ഇടയ്ക്ക് ആലോചിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ കണ്ട് സംസാരിച്ചു. ഒന്ന് വർത്തമാനം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി. കുറേ നല്ല സമയം ഞങ്ങൾ കളഞ്ഞു. അന്നേ പറഞ്ഞങ്ങ് തീർന്നിരുന്നുവെങ്കിൽ ഒരുമിച്ചുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ചിലപ്പോൾ കിട്ടിയേനെ. ഇപ്പോൾ നല്ല ഇക്വേഷനിൽ രണ്ടുപേരും പോകുന്നുണ്ട് എന്നും നൂറിൻ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കേരള ക്രൈം ഫയൽസ് സീസൺ 2 നൂറിൻ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അഡാറ് ലവ് വലിയ ചർച്ചയായ സിനിമയാണെങ്കിൽ കൂടി ചിത്രത്തിൽ അഭിനയിച്ച നൂറിനും പ്രിയ വാര്യർക്കും റോഷനും എന്നീ 3 പേർക്കും പിന്നീട് കരിയറിൽ മുന്നോട്ട് പോക്ക് എളുപ്പമായിട്ടുണ്ടായിരുന്നില്ല. പ്രിയയും റോഷനും അക്കാലത്ത് തരംഗമായി നിരവധി ഇവൻറ്റുകളിലും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലുകൾ വരികയായിരുന്നു. ചുരുക്കം സിനിമകളിലെ 3 പേരും അഭിനയിച്ചിട്ടുമുള്ളൂ. പ്രിയ അടുത്ത കാലത്ത് ഗുഡ് ബാഡ് അഗ്ലി എന്ന തമിഴ് ചിത്രത്തിലെ ഡാൻസ് നമ്പറിലൂടെ വീണ്ടും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ തുടരെ സിനിമ ചെയ്തിട്ടില്ല എങ്കിലും മറ്റു ഭാഷകളിൽ പ്രിയ വാര്യർ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. നൂറിനുമായുണ്ടായ അകൽച്ചയെക്കുറിച്ച് നേരത്തെ പ്രിയയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ കാരണമുണ്ടായ തെറ്റിദ്ധാരണയാണ് അകൽച്ചയ്ക്ക് കാരണമായത് എന്ന് പ്രിയ വാര്യർ വ്യക്തമാക്കിയ കാര്യമാണ്. നടി സാനിയ അയ്യപ്പനുമായും ഈ അടുത്തായാണ് താൻ സംസാരിച്ചു തുടങ്ങിയത് എന്ന് പ്രിയ വാര്യർ പറഞ്ഞിരിക്കുകയാണ്. സിനിമാ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് നൂറിനും പ്രിയയും.